ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 39 യോഗമായ പ്രാദുർഭാവവും കൃഷ്ണജന്മോത്സവവും. ശ്ലോകം 1. ഭവന്തഭയമുദ്ദുഹൻ യദുഹുലോദ്ദുഹോ നിസ്സരൻ ദദർശഗനോച്ഛല ജലഭരാങ്കളിന്ദാത്മജ അഹോ സലില സഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗഹ ഇത് തക്ഷണാത് പ്രപദമേ യഥാമായയൗ. പദം ഭവന്തം അയം ഉദ്വഹൻ യദു കുല ഉദ്വഹ നിസ്സരൻ ദദർശ ഗഗന ഉച്ചലത് ജലഭരാം കളിന്ദ ആത്മജാം അഹോ സലില സഞ്ജയ സ പുനഃ ഐന്ദ്രജാലോദിത ജലൗഹ ഇവ തക്ഷണാത് പ്രപദ മേയതാം ആയയൗ. അർത്ഥം: ഭവാനെ എടുത്തുകൊണ്ട് പോകുന്ന വസുദേവർ തനിക്ക് മുറിച്ചു കിടക്കേണ്ട യമുനാ നദി മാനം മുട്ടുന്ന തിരമാലകളോടുകൂടി കരകവിഞ്ഞ് പ്രഭവിക്കുന്നത് കണ്ട് പരിഭ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് ആ ജലപ്രഭാവം ഇന്ദ്രജാല നിർമ്മിതമായ ജലപ്രവാഹം പോലെ അദൃശ്യമാകുകയും പാദത്തോളം എത്തുന്നതായി തീരുകയും ചെയ്തു. ശ്ലോകം 2. പ്രസുപ്ത പശുപാലികാം നിഭൃതമാരുതദ്ബാലികാം അപാവൃത കവാടികാം പശുവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവ തൽപകേ തത്പദാത് വഹൻ കപട കന്യകാം സ്വപുരമാഗതോ വേഗതഃ. പദം പ്രസുപ്ത പശു പാലികാം നിഭൃതം ആരുദത് ബാലികാം അപാവൃത കവാടികാം പശുപ വാടികാം ആവിശൻ ഭവന്തം അയം അർപ്പയൻ പ്രസവ തൽപകേ തത്പദാത് വഹൻ കപട കന്യകാം സ്വപുരം ആഗതഃ വേഗതഃ. അർത്ഥം: ഗാഠനിദ്രയിൽ ആണ്ടുകിടക്കുന്ന ഗോപിമാരെയും മലർക്കെ തുറന്നു കിടക്കുന്ന കവാടങ്ങളെയും കടന്ന് വസുദേവൻ യശോദയുടെ സൂതിശയ്യയ്ക്ക് സമീപം അനായാസം എത്തിച്ചേർന്നു. ചെറിയ ശബ്ദത്തിൽ കരയുന്നവളും പെൺകുട്ടിയുടെ രൂപം ധരിച്ചവളുമായ മായാദേവിയുടെ സ്ഥാനത്ത് അങ്ങയെ കിടത്തിക്കൊണ്ട് അദ്ദേഹം അവളെ എടുക്കുകയും ഭയം മൂലം വേഗത്തിൽ സ്വപുരത്തിലെത്തുകയും ചെയ്തു. ശ്ലോകം 3. തതസ്തനുജാരവക്ഷപിത നിദ്രവേഗദ്രവത് ഭടത്കര നിവേദിത പ്രസവ വാർത്തയാർത്തിവാൻ വിമുക്ത ചികിരോത്കരസ്ത്വരിതമാപതൻ ഭോജരാൻ അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനി കാകരേ കന്യകാം. പദം തത് ത്വത് അനുജ ആരവ ക്ഷപിത നിദ്ര വേഗദ്രവത് ഭട ഉത്കര നിവേദിത പ്രസവ വാർത്തയാ ഏവ ആർത്തിമാൻ വിമുക്ത ചിഗുര ഉത്കര ത്വരിതം ആപതൻ ഭോജരാജ് അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനിക കരേ കന്യക. അർത്ഥം: അങ്ങയുടെ അനുജത്തിയായ യശോദപുത്രിയുടെ കരച്ചിൽ കേട്ട് ഉറക്കമുണർന്ന ഭടന്മാർ വേഗത്തിൽ ഓടിച്ചെന്ന് അറിയിച്ച പ്രസവ വാർത്ത കേട്ട് ഭീതനായ കംസൻ അഴിഞ്ഞ തലമുടിയോടുകൂടി തിരക്കിട്ടോടി വന്നപ്പോൾ ദേവകിയുടെ കയ്യിൽ തൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഒരു പെൺകിടാവിനെ കണ്ടു വ്യാകുലനായി തീർന്നു. ശ്ലോകം 4. ധ്രുവം കപടശാലിനോ മധുഹരസ്യമായ ഭവേത് അസാവിധി കിശോരികാ ഭഗിനികാകരാലിംഗിതാം ദിപോ നളിനികാന്തര ഇവ മൃണാളികാമാക്ഷിപൻ അയം തദനുജാമജാം ഉപലഭട്ടകേ വിഷ്ടവാൻ. പദം ധ്രുവം കപടശാലിനഃ മധുഹരസ്യ മായാ ഭവേത് അസൗ ഇതി കിശോരിക ഭഗിനിക കര ആലിംഗിതാം ദിവ നളിനിക അന്തരാത് ഇവ മൃണാളിക ആക്ഷിപൻ അയം തദനുജാം അജാം ഉപല പട്ടകേ പിഷ്ടവാൻ. അർത്ഥം:
വളരെ ചിന്തിച്ചതിന് ശേഷം ഇത് മായാവിയായ മധുസൂദനൻ്റെ മായയായിരിക്കുമെന്ന് ഉറച്ച കംസൻ സ്വസഹോദരിയാൽ ആലിംഗ നിബദ്ധയായിരിക്കുന്ന അങ്ങയുടെ അനുജത്തിയെ നളിന സരസിൽ നിന്ന് ആന താമരവളയത്തെ എന്ന പോലെ ബലമായി വലിച്ചെടുക്കുകയും കൽത്തളത്തിൽ എറിയാൻ തുടങ്ങുകയും ചെയ്തു. ശ്ലോകം 5. തതോ ഭവതുപാസകോ ഛടിതി മൃത്യുപാശാധിപ പ്രമുച്ഛതരസൈവ സാ സമതിരൂഢരൂപാന്തര അധസ്ഥലമജങ്ങുഷീ വികസമഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോ ഗദാഖില വിഹായ സാദിദ്യുതേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. തത ഭവത് ഉപാസകഃ ഛടിതി മൃത്യുപാശാത് ഇവ പ്രമുച്യ തരസാ ഏവ സാ സമധിരൂഢ രൂപ അന്തരാ അധസ്ഥലം അജങ്ങുഷി വികസത് അഷ്ടബാഹുസ്ഫുരത് മഹാ ആയുധം അഹോ ഗദാ കില വിഹായസ ദ്യുദ്യുതേ. അർത്ഥം: അങ്ങേ ഉപാസിക്കുന്നവർ മരണപാശത്തിൽ നിന്ന് മോചിതരാകുന്നത് പോലെ കന്യകാരൂപം ധരിച്ച മായാദേവി പെട്ടെന്ന് ദിവ്യരൂപം ധരിച്ച് കംസൻ്റെ കൈകളിൽ നിന്നും വഴുതി മേലോട്ട് ഉയരുകയും കാന്തേറിയ 8 കരങ്ങളിൽ ഉജ്ജ്വലിക്കുന്ന ആയുധങ്ങളോടുകൂടി സ്ഥിതി ചെയ്യുകയും ചെയ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.